നമസ്കാരം, ഞാൻ ദിനേശ് സൗവർണിക. നമ്മളെ ചെണ്ടുമല്ലി നമ്മൾ കുഴിച്ചിടുമ്പോൾ ഓരോ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശാസ്ത്രീയമായ രീതിയിൽ മെല്ലെ കൃഷി ചെയ്ത് പോവുകയാണെങ്കിൽ, കൃത്യമായ പരിചരണത്തിൽ പോവുകയാണെങ്കിൽ ഓണത്തിന്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് മഹാനവമി സമയത്തേക്കും നമുക്ക് വിളവെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ചെടീനെ എങ്ങനെ ഓണത്തിന്റെ വിപണി കഴിഞ്ഞതിന് ശേഷം ചെടിയിലെ കേടുകൂടായ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മുറിച്ച് കളഞ്ഞ് തലപ്പ് മൊട്ടൊക്കെ ഉണ്ട് ആവശ്യമില്ലാത്ത പൊട്ടിയതും അതേപോലെ ഉണങ്ങിയ കൊമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ മുറിച്ച് കളഞ്ഞ് നന്നായി ഒരു വളം ഒന്നോ രണ്ടോ തവണ വളം കൊടുത്ത് നിലനിർത്തിയാൽ നമുക്ക് മഹാനവമി സമയത്തേക്കും പൂ കിട്ടും. അങ്ങനെയുള്ള ആ ചെടിയുടെ ഇതാണ് കാണിച്ചു തരുന്നത്. നമ്മൾ ഓണത്തിന് കാണിച്ച അതേ ചെടിയാണ്. അതിലുള്ള ബാക്കി മുട്ടുകൾ ഇങ്ങനെ വിരിയാൻ തുടങ്ങി, കുറച്ച് വിരിഞ്ഞിട്ടുണ്ട്, ബാക്കി ഇനിയും വിരിയാനുണ്ട്. നമുക്ക് മഹാനവമി സമയത്തേക്കും നമുക്ക് പൂവെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഈ വിപണി നമ്മൾ തന്നെ കണ്ടെത്തണം എന്ന് പറയുകയാണ്. കാരണം നമ്മളെ അമ്പലങ്ങൾ അല്ലെങ്കിൽ ഷോപ്പുകൾ മറ്റ് വ്യവസായ വ്യാപാര സ്ഥാപനങ്ങൾക്കൊക്കെ ഈ പൂക്കൾ ആവശ്യമുണ്ടാവും. നമ്മൾ കണ്ടെത്തിയിട്ട് വേണം കൃഷിയിലേക്ക് ഇറങ്ങാൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മഹാനവമി വിപണിയിലേക്ക് കൂടി ഉള്ള ചെടികളിലെ ബാക്കി മുട്ടിനെ നിലനിർത്താൻ, നശിപ്പിക്കാതെ ചെടി നിലനിർത്തിയിരുന്നെങ്കിൽ നമുക്ക് മഹാനവമി സമയത്തേക്ക് തന്നെ, വിജയദശമി മഹാനവമി സമയത്തെ ആവശ്യങ്ങൾക്ക് നിറവേറ്റാനും ഈ പൂക്കൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ചെടിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയിക്കുക. ഇപ്പോഴും നിങ്ങളുടെ ചെടിയിൽ പൂവുണ്ടെങ്കിൽ അത് നിലനിർത്തിയത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.